മധ്യപ്രദേശിലെ മന്ദ്സൗർ ജില്ലയിലെ ഒരു ബൻചാഡ കുടുംബത്തിൽ 14 വർഷം മുമ്പ് സവിത എന്ന പെൺകുട്ടിയുടെ ജനനം ആ കുടുംബത്തിന് വലിയൊരു ആഘോഷമായിരുന്നു. സവിത എന്ന പേര് സാങ്കല്പികമാണ്. ലൈംഗിക തൊഴിലിൽ ഏർപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗമാണ് ബൻചാഡ സമൂഹം. അവിടെ പെൺകുട്ടികളുടെ ജനനം ഭാവിയിലെ വരുമാനമാർഗമായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. എന്നിരുന്നാലും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ HPV വാക്സിനേഷൻ്റെ സംഘം അടുത്തിടെ സവിതയുടെ കുടുംബത്തെ സമീപിച്ചപ്പോൾ അവർക്ക് ചില ആശങ്കകളുണ്ടായിരുന്നു. അവൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുമോ എന്നവർ വാക്സിൻ നൽകാൻ വന്നവരോട് തുറന്നു ചോദിച്ചു. വാക്സിൻ അവളുടെ ഭാവിയിലെ ആരോഗ്യത്തെ ബാധിക്കുമോ എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആശങ്ക. അവരുടെ ഈ ആശങ്ക തികച്ചും അപ്രതീക്ഷിതമോ ഒറ്റപ്പെട്ടതോ ആയിരുന്നില്ല. ഇന്ത്യൻ സ്ത്രീകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയമുഖ ക്യാൻസർ. എന്നാൽ ഇതിനെതിരെയുള്ള പ്രതിരോധ ആരോഗ്യ പദ്ധതികൾ പലപ്പോഴും ബോധവൽക്കരണത്തിൻ്റെ കുറവും സാമൂഹികമായ മാറ്റി നിർത്തപ്പെടലുകളും നേരിടേണ്ടി വരാറുണ്ട്. സെർവിക്കൽ ക്യാൻസർ വാക്സിനേഷൻ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഇവയാണ്. 1. ലൈംഗിക ആരോഗ്യത്തെക്കുറിച്ചുള്ള കുറഞ്ഞ അവബോധം. 2. ലിംഗവിവേചനം. 3. വാക്സിനുകളോടുള്ള മടി. ഇവയെല്ലാം ചേർന്ന് ഇതിനൊരു ഗുരുതര പൊതുജനാരോഗ്യ പ്രശ്നമാക്കി മാറ്റുന്നു. ഈ സാഹചര്യത്തിലാണ് ഭാരത സർക്കാർ 2026 ഫെബ്രുവരി 28 രാജ്യവ്യാപകമായി ഒരു സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ ആരംഭിച്ചത്. 14-15 വയസ്സ് പ്രായമുള്ള 1.5 കോടി പെൺകുട്ടികൾക്ക് സൗജന്യമായി HPV വാക്സിനേഷൻ നൽകുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ആഗോള സെർവിക്കൽ ക്യാൻസർ ബാധിതരിൽ 4/1 ഇന്ത്യയിലാണ്. ഇവിടെ പ്രതിവർഷം 1.5 ലക്ഷത്തിലധികം പുതിയ കേസുകളും 80,000-ഓളം മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏകദേശം 95% കേസുകളും ഉണ്ടാകുന്നത് ഉയർന്ന അപകട സാധ്യതയുള്ള HPV വൈറസ് വകഭേദങ്ങൾ മൂലമായതിനാൽ വാക്സിനേഷൻ വലിയൊരു പ്രതിരോധ മുന്നേറ്റമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഈ പദ്ധതി ഫലപ്രദമായും എല്ലാവരിലും എത്തുന്ന രീതിയിൽ നടപ്പാക്കുന്നതിനായി ജില്ലാ ഭരണകൂടം ഒരു അനുയോജ്യമായ തന്ത്രം സ്വീകരിച്ചു. സമഗ്രമായ കവറേജിനായി ഏറ്റവും ദുർബലരും പലപ്പോഴും അവഗണിക്കപ്പെടുന്നവരുമായ ജനവിഭാഗങ്ങളെയാണ് അവർ ആദ്യം ലക്ഷ്യമിട്ടത്. ബുദ്ധിമുട്ടേറിയ സാഹചര്യം കഴിയുന്ന പെൺകുട്ടികൾ, ബൻചാഡ വിഭാഗം, നാടോടി ഗോത്രങ്ങൾ, ചേരി പ്രദേശങ്ങൾ താമസിക്കുന്നവർ, സ്കൂൾ പഠനം നിർത്തിയവർ എന്നിവരിൽ നിന്നാണ് അവർ പ്രവർത്തനം ആരംഭിച്ചത്. ഈ മിസ്ഡ് പോപ്പുലേഷൻ ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങളുടെ പരിധിയിൽ നിന്ന് പുറത്തു പോകാൻ വലിയ സാധ്യതയുള്ളവരായിരുന്നു. താഴെത്തട്ടിൽ പ്രധാന വെല്ലുവിളി വാക്സിൻ എടുക്കാനുള്ള മടിയല്ല, മറിച്ച് ഡേറ്റയുടെ അഭാവമാണ്. ഇതിനെ മറികടക്കാൻ വിവിധ ഗവൺമെൻറ് ഡാറ്റാബേസുകൾ സമന്വയിപ്പിച്ചു. രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം, സമഗ്ര MP, ലാഡ്ലി ലക്ഷ്മി ഹെൽപ്പർ ടാർഗറ്റ് ലിസ്റ്റുകൾ. ഈ വിഘടിച്ച് കിടന്ന വിവരങ്ങളെല്ലാം പിന്നീട് സമഗ്ര ID വഴി പരിശോധിച്ചു. ഇതിലൂടെ സ്കൂളുകളിലും അംഗനവാടികളിലും ഉൾപ്പെടാതെ പോയ പെൺകുട്ടികളെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞു. വില്ലേജ് ലെവൽ മാസ്റ്റർ ലൈൻ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിനായി ഈ ഗ്രാമീണ ഡാറ്റ സൂക്ഷ്മമായി വിശകലനം ചെയ്തു. വാക്സിനേഷൻ കുറവുള്ളതും എന്നാൽ വെല്ലുവിളികൾ കൂടുതലുള്ളതുമായിട്ടുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി അവിടെ മികച്ച രീതിയിലുള്ള മൈക്രോ പ്ലാനിംഗ് ഏകോപിപ്പിച്ചു. ഭൂമിശാസ്ത്രപരമായി ദുർഘടമായ പ്രദേശങ്ങളെ പ്രത്യേകം മാപ്പ് ചെയ്യുകയും പ്രാദേശിക സാംസ്കാരിക രീതികൾ അനുയോജ്യമായ ആശയവിനിമയ തന്ത്രങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. പ്രവർത്തനങ്ങൾ വരുത്തിയ ഈ ചെറിയ മാറ്റങ്ങൾ പദ്ധതിയുടെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ചു. താഴെത്തട്ടിൽ സമ്പൂർണ്ണ കവറേജ് ഉറപ്പാക്കാൻ ജില്ല പ്രധാനമായി ആശ്രയിച്ചത് ഒരു നഡ്ജ് അപ്രോച്ചാണ്. വാക്സിനേഷൻ എന്നത് സ്വാഭാവികമായി ചെയ്യേണ്ട ഒന്നാണെന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് ഇത് സഹായിച്ചു. മടി, സാമൂഹികമായ അസ്വസ്ഥതകൾ തുടങ്ങിയ പ്രതിബന്ധങ്ങളെ മറികടക്കാൻ ഇത് സഹായിച്ചു. ആരോഗ്യ പ്രവർത്തകർ കുടുംബങ്ങളെ സമീപിച്ച് കുട്ടികൾ വാക്സിനേഷന് അർഹരാണെന്ന് ബോധ്യപ്പെടുത്തി. വാക്സിൻ എടുക്കാൻ വിസമ്മതിച്ച കുടുംബങ്ങളിൽ ഹെൽത്ത് കെയർ ടീമുകൾ തുടർച്ചയായ കൗൺസിലിംഗ് നടത്തി. യാത്രാ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി സ്കൂളുകളും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് വാഹന സൗകര്യം ഏർപ്പെടുത്തി. വാക്സിനുമായി ബന്ധപ്പെട്ട് പടർന്നു പിടിച്ച വന്ധ്യതാ ഭീഷണിയെക്കുറിച്ചുള്ള വ്യാജ വാർത്തകളെ പ്രതിരോധിക്കാൻ ഭരണകൂടം വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തി. ഇതിനായി ഇൻഫ്ലുവൻസർമാരെയും യുവ ഐക്കണുകളെയും ഉൾപ്പെടുത്തി. ദേശീയ തലത്തിലുള്ള കായിക താരങ്ങൾ, യുവ ഡോക്ടർമാർ, വിദ്യാർത്ഥികൾ, മതനേതാക്കൾ, മാധ്യമപ്രവർത്തകർ എന്നിവർ സ്വയമേ മുന്നോട്ട് വന്ന് വാക്സിനേഷനെ പിന്തുണയ്ക്കുകയും തെറ്റിദ്ധാരണകൾ അകറ്റുകയും ചെയ്തു. സാമൂഹികമായ കൂട്ടായ്മകളും കൂട്ടുകാരും തമ്മിലുള്ള സ്വാധീനവും മികച്ച ബിഹേവിയറൽ നഡ്ജസായിട്ട് പ്രവർത്തിച്ചു. വാക്സിനേഷൻ എടുത്ത പെൺകുട്ടികളെ സ്കൂളുകളിൽ പിയർ ചാമ്പ്യൻസായി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത്, വാർഡ് തലങ്ങളിൽ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നത് ആരോഗ്യകരമായ മത്സരബുദ്ധി വളർത്തി. മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കും ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി നിരീക്ഷണം ശക്തമാക്കിയ ആരോഗ്യ പ്രവർത്തകർക്കും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി. HPV ക്യാമ്പയിൻ മറ്റ് ആരോഗ്യ പദ്ധതികളുമായി കൂട്ടിച്ചേർത്തു. സാധാരണ പ്രതിരോധ കുത്തിവയ്പ് ദിവസങ്ങൾ, ഗർഭകാല ക്ലിനിക്കുകൾ, പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ സെഷനുകൾ എന്നിവയിലൂടെ HPV അവബോധം വളർത്തി. സ്ത്രീകൾ
മറ്റ് ആരോഗ്യ സേവനങ്ങൾക്കായി എത്തിയപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാക്കി. ഇത് ആരോഗ്യ സേവനങ്ങളുടെ മികച്ച വിതരണത്തിന് വഴിയൊരുക്കി. ഇതിന്റെ ഫലം വളരെ വലുതായിരുന്നു. വെറും 40 ദിവസത്തിനുള്ളിൽ മന്ദ്സൗർ ജില്ല തങ്ങളുടെ ലക്ഷ്യത്തിന്റെ 100% വിജയം കൈവരിച്ചു. ജില്ലയിലുടനീളം 493 വാക്സിനേഷൻ സെഷനുകൾ നടത്തി. ഇതിൽ 12 സ്ഥിരം കേന്ദ്രങ്ങളും 27 താൽക്കാലിക കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. മാനദണ്ഡങ്ങൾ പാലിച്ച 893 ഗ്രാമങ്ങളിലെയും 100 നഗര വാർഡുകളെയും പെൺകുട്ടികളെ ഇതിനായി സജ്ജരാക്കി. വെറും ഒരു ആസൂത്രണത്തിൽ ഒതുങ്ങാതെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വലിയ ദൗത്യമായി ഇത് മാറി. ഇന്ത്യയുടെ ആരോഗ്യരംഗം നേരിടുന്ന വെല്ലുവിളികളുടെ വ്യാപ്തി എപ്പോഴും അതിൻ്റെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളുടെ വേണം അളക്കാൻ. ആസൂത്രണങ്ങളും യാഥാർത്ഥ്യ പ്രതിഭയും തമ്മിലുള്ള വിടവ് നികത്താൻ നയരൂപീകരണങ്ങൾക്ക് സാധിക്കും. ആരോഗ്യ പരിപാലന ഡാറ്റയും പ്രാദേശിക നൂതന ആശയങ്ങളും കൂട്ടിച്ചേർത്താൽ അവസാന ആളിലേക്ക് മികച്ച സേവനങ്ങൾ എത്തിക്കാൻ സാധിക്കും. വിവരശേഖരണത്തിൽ നിന്ന് മികച്ചൊരു പരിചരണത്തിലേക്ക് മാറിയതിലൂടെ മന്ദ്സൗർ വലിയൊരു പൊതുജനാരോഗ്യ വെല്ലുവിളിയെ ഒരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റി. ഒരു സാധാരണ വാക്സിൻ കുത്തിവയ്പ്പിലൂടെ എങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന് സുരക്ഷയൊരുക്കാം എന്ന് ഈ ജില്ലയുടെ ഒരു ഇൻക്ലൂസീവ് വാക്സിനേഷൻ ക്യാമ്പയിൻ തെളിയിച്ചു തരുന്നു.